നമസ്കാരം. കൗമുദി ടി വിയുടെ കാർഷിക പരിപാടിയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. മുട്ടയുത്സവം, മുട്ടകൾക്കായുള്ള ഉത്സവം കേട്ടാൽ കെട്ടുകഥ എന്ന് തോന്നാം. എന്നാൽ വിചിത്രമായ ഈ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത്തവണ ഹരിതം സുന്ദരം മിഴി തുറക്കുന്നത്. കുഞ്ഞൻ കാടപ്പക്ഷികൾ മുതൽ ഭീമന്മാരായ ഒട്ടകപ്പക്ഷികൾ വരെയുള്ളവരുടെ മുട്ടകൾ, മുട്ടയിടുന്ന പക്ഷികളുടെ പ്രദർശനം, അങ്ങനെ വിവിധങ്ങളായ മുട്ടകളുടെ കുടമാറ്റം, മുട്ട രുചികളുടെ മേളപ്പെരുക്കം, അക്ഷരാർത്ഥത്തിൽ മുട്ട ഉത്സവം. അങ്ങ് വടക്ക് സുൽത്താൻ ബത്തേരിയിൽ നിന്നും കാണാം ഹരിതം സുന്ദരം. വയനാട്ടിലെ മണ്ണിൽ ഇത്തവണ വ്യത്യസ്തമായ ഉത്സവത്തിന് കളമൊരുക്കിയത് സംസ്ഥാന മൃഗസംരക്ഷണ വകുപ്പായിരുന്നു. ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നോളമില്ലാത്തവണ്ണം വ്യത്യസ്തമായ ഒരു ഉത്സവം, മുട്ട ഉത്സവം. മുട്ടകൾ മാത്രമല്ല, മുട്ടയിടുന്ന വ്യത്യസ്ത ഇനം പക്ഷികളെ കൂടി അവതരിപ്പിക്കുക ചില്ലറ കാര്യമല്ല. കുഞ്ഞൻ കാടകൾ മുതൽ ഭീമന്മാരായ ഒട്ടകപ്പക്ഷികൾ വരെ. വയനാട്ടിലെ സുൽത്താൻ ബത്തേരിയിലെ മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രമാണ് മുട്ട ഉത്സവത്തിന് വേദിയായത്. കേന്ദ്രത്തിന്റെ ഒരേക്കർ വരുന്ന വിശാലമായ പറമ്പ് മുട്ടകളുടെ ഉത്സവത്തിനായി ഒരുങ്ങി. കോഴിയാണോ മുട്ടയാണോ ആദ്യമുണ്ടായത് എന്നത് ഇന്ന് പലരുടെയും ആശങ്കയാണ്. പരീക്ഷകളിൽ കിട്ടാൻ ഇഷ്ടപ്പെടാത്തതും എന്നാൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്നതുമാണ് മുട്ട. മുട്ട ഉത്സവത്തിന്റെ പരസ്യവാചകങ്ങളും അങ്ങനെ തന്നെയായിരുന്നു. ആയിരങ്ങളെയാണ് ഉത്സവം ആകർഷിച്ചത്. മുട്ടയെക്കുറിച്ചുള്ള ആശങ്കകൾ മാറ്റുക, ഭക്ഷ്യഭദ്രതയിൽ മുട്ടയ്ക്കുള്ള സ്ഥാനം ഉറപ്പാക്കുക എന്നിവയായിരുന്നു ഉത്സവത്തിന്റെ ലക്ഷ്യം. കൊളസ്ട്രോൾ കൂടുതലാണ്, മറ്റു രോഗമുള്ളവർക്ക് കഴിക്കാൻ കഴിയില്ല എന്നിങ്ങനെയുള്ള ആക്ഷേപങ്ങൾ മുട്ട ഇതുവരെ കേട്ടിരുന്നു. എന്നാൽ മുട്ടയുടെ ഉള്ളിനെക്കുറിച്ച് എല്ലാ വിവരങ്ങളും പുറത്തറിയിക്കുന്ന ചില അറിവ് ബോർഡുകൾ എല്ലാം മാറ്റിമറിച്ചു. പ്രവേശന കവാടത്തിൽ ഞങ്ങളെ എതിരേറ്റത് ഒട്ടകപ്പക്ഷികളായിരുന്നു. തൊട്ടു പിന്നാലെയുണ്ട് ആസ്ട്രേലിയൻ ഭീമനായ യമു. അവർക്കായി വയനാടിന്റെ പ്രകൃതിയോട് യോജിക്കുന്ന വിധം മുളങ്കൂടുകളായിരുന്നു സംഘാടകർ സജ്ജീകരിച്ചത്. ഭീമന്മാരായ ഒട്ടകപ്പക്ഷികൾ ആഫ്രിക്കക്കാരാണ്. കാലിലെ 3 വിരലുകളിലാണ് ഭാരം താങ്ങുന്നത്. ബലിഷ്ഠമാണ് ആ കാലുകൾ. ചിറക് വിരിച്ചുള്ള ആ നിൽപ്പ് ആരെയും ഒരു നിമിഷം അത്ഭുതപ്പെടുത്തും. എന്നാൽ ആക്രമണകാരികളല്ല ഒട്ടകപ്പക്ഷികൾ. ബലിഷ്ഠമായ ആ കാലും തൂവലുകളും മുട്ടത്തോടുകളുമൊക്കെ വിവിധ അലങ്കാര വസ്തുക്കളുടെ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുക. വില കേട്ടാൽ ഞെട്ടരുത്. ഒട്ടകപ്പക്ഷിയുടെ കുഞ്ഞിന് ലക്ഷങ്ങളിലാണ് വില തുടങ്ങുക. അതുകൊണ്ട് തന്നെ 1/2 കിലോയ്ക്ക് മുകളിൽ ഭാരം വരുന്ന ഒട്ടകപ്പക്ഷിയുടെ മുട്ട ആരും ഓംലെറ്റ് അടിച്ച് കഴിക്കില്ല. ഓസ്ട്രേലിയക്കാരായ യമു ഇപ്പോഴും പരിണാമശാസ്ത്രജ്ഞന്മാരെ അത്ഭുതപ്പെടുത്തുന്ന പക്ഷികളത്രേ. യുഗങ്ങൾ പലത് കഴിഞ്ഞിട്ടും പരിണാമത്തിന് വിധേയമാകാത്തവരാണ് യമു പക്ഷികൾ. ഒരർത്ഥത്തിൽ എല്ലാം അറിയുന്നവരാണ് യമു. ചുറ്റും നടക്കുന്ന ചെറു ചലനങ്ങൾ പോലും അവർ തിരിച്ചറിയും. 52 ദിവസം കൊണ്ടാണ് മുട്ട വിരിയിക്കുക. ചില കൗതുകങ്ങൾ കൂടി യമുവിലുണ്ട്. മുട്ടയ്ക്കായി അടയിരിക്കുന്നത് പൂവന്മാരത്രേ. ആ സമയം പിട മറ്റ് കാമുകന്മാരെ അന്വേഷിച്ചു പോകും. 52 ദിവസം കൊണ്ട് വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് ജോഡിക്ക് 15,000-ഓളം രൂപ വിലയുണ്ട്. തൂവലും മുട്ടത്തോടുമൊക്കെ അലങ്കാര വസ്തുക്കളും. യമു എണ്ണയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. വലിയ സൗന്ദര്യവർദ്ധക ഉൽപ്പന്നം കൂടിയാണ് യമു എണ്ണ. വിശ്വസുന്ദരിമാരുടെ സൗന്ദര്യ രഹസ്യം തങ്ങളാണ് എന്ന് യമു സ്വയം വിളിച്ചു പറയും. വൃത്തിയായും ഭംഗിയായും ചിട്ടപ്പെടുത്തിയിരിക്കുന്ന സ്റ്റാളുകളിലേക്ക് കയറി ചെന്നാൽ ആദ്യം നമ്മെ വരവേൽക്കുന്നത് അലങ്കാര കോഴികളുടെ വലിയ നിരയാണ്. 1-2 2 ഡസനോളം വരും അലങ്കാര കോഴികൾ. ഒരു മുട്ടയ്ക്ക് 50 രൂപ മുതൽ 500 രൂപ വരെ. കോഴികൾക്കാകട്ടെ 2,000 മുതൽ 20,000 വരെ. അത്രയ്ക്കുണ്ട് ആ ഭംഗി. ഡച്ച് ഗുഹകളിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വർണ്ണ കോഴികളാണ് പോളിഷ് ക്യാപ്പുകൾ. മുഖത്ത് തൂവൽ മൂടിക്കിടക്കും. ചോരചുവപ്പൻ ആടകളും തലപ്പൂവുമൊക്കെയായി ആരെയും ആകർഷിക്കുന്നവരാണ് പോളിഷ് ക്യാപ്പ് കോഴികൾ. തലപ്പൂവുകളാണ് പോളിഷ് ക്യാപ്പിന്റെ പ്രത്യേകത. ശുഭ്രശോഭയുടെ സൗന്ദര്യം ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സുൽത്താൻ കോഴികൾക്കാണ്. അറേബ്യൻ നാടുകളിൽ ഏറെ പ്രിയമുള്ളവരാണ് സുൽത്താൻ. വില 5 അക്ക സംഖ്യകളിലാണ് തുടങ്ങുക. കണ്ണഞ്ചിപ്പിക്കുന്ന ശുഭ്രശോഭയ്ക്ക് നടുവിൽ ചോരചുവപ്പൻ ആടകളും തൊപ്പിത്തൂവലുകളും നിറഞ്ഞങ്ങനെ നിൽക്കും. കണ്ണിനകളെ മൂടുന്ന ഈ തൂവലുകൾ വല്ലപ്പോഴുമൊക്കെ മുറിച്ചില്ലെങ്കിൽ കാഴ്ച തടസ്സപ്പെടും. ഇറ്റാലിയൻ ബാൻഡവും വ്യത്യസ്തമല്ല. അല്പം നീളം കൂടിയ വാലുണ്ട് എന്നുള്ളത് അഴകിന് മാറ്റുകൂട്ടുന്നുണ്ട്. കറുപ്പിൻ്റെയും വെളുപ്പിൻ്റെയും സമഗ്ര അഴകാണ് സിൽവർ സെബ്രൈറ്റിന്. വെള്ളത്തൂവലുകളുടെ അഗ്രം മുഴുവൻ കറുത്ത പൊട്ടിനാൽ പൊതിയുന്ന സിൽവർ സെബ്രൈറ്റ് ഭംഗി കൊണ്ട് ആരെയും ആകർഷിക്കും. ഹൗഡന് ഒരു ഫ്രാൻസ് ഗമയുണ്ട്.
സാക്ഷാൽ ഫ്രാൻസിൻ്റെ സന്തതികളാണ് ഹൗഡൻ പക്ഷികൾ. നേർത്ത സ്വർണ്ണവർണ്ണവും കറുപ്പുമൊക്കെ ചേർന്ന് തലമുഴുവൻ മൂടിക്കിടക്കുന്ന തൂവലുകളാണ് ഹൗഡൻ്റെ പ്രത്യേകത. ഏതിരുട്ടിലും ഹൗഡനെ തിരിച്ചറിയാം. രോമരാജിക്ക് പ്രത്യേക തിളക്കം. ഇപ്പോൾ നാട്ടിൽ കാണുന്ന മുട്ടക്കോഴികളുടെയും ഇറച്ചിക്കോഴികളുടെയും പിതാമഹന്മാരെ അറിയുവാനും മുട്ടയുത്സവം വേദിയായി. റോഡ് ഐലൻഡ് റെഡാണ് അതിൽ പ്രധാനം. പല ഇറച്ചിക്കോഴികളുടെയും ജനിതക ചേരുവയാണ് റോഡ് ഐലൻഡ് റെഡ്. മുട്ടക്കോഴികളിലും റോഡ് ഐലൻഡ് ചേരാറുണ്ട്. ആസ്ട്രലോപ്പാകട്ടെ ഇറച്ചിക്കോഴിയാണ്. പൂർണ്ണമായും കറുത്തമേനിയുള്ള ആസ്ട്രലോപ്പിനെ ഉപയോഗിച്ച് കേരളത്തിൽ അടുക്കളമുറ്റത്ത് വളർത്താൻ കഴിയുന്ന കോഴികളെ സൃഷ്ടിക്കുന്നുണ്ട്. വൈറ്റ് ലഗോൺ പണ്ടേ പ്രശസ്തമാണ്. വെള്ളയുടെ ഒരു ചാരുത വൈറ്റ് ലഗോണിനെ എന്നും പൊതിഞ്ഞു നിൽക്കും. വർഷത്തിൽ 300 മുകളിൽ മുട്ടകളിടുന്ന കോഴികളാണ് വൈറ്റ് ലഗോൺ. വൈറ്റ് ലഗോണിൻ്റെയും മറ്റ് കോഴികളുടെയും സങ്കരം കേരളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അടുക്കളമുറ്റത്ത് വളർത്താൻ കഴിയുന്ന പല മുട്ടക്കോഴികളെയും സൃഷ്ടിച്ചത് വൈറ്റ് ലഗോണിൽ നിന്നാണ്. മുട്ടയിൽ പ്രശസ്തൻ തന്നെയാണ് വൈറ്റ് ലഗോൺ. ഒരു ഉത്സവമാവുമ്പോൾ അതിൽ കുടമാറ്റം വേണമല്ലോ. കുടമാറ്റത്തിന് ഇത്തവണ സംഘാടകർ തെരഞ്ഞെടുത്തത് പുള്ളിക്കോഴികളായ ഗിനിക്കോഴികളെയായിരുന്നു. നീർപ്പളുങ്കുകൾ ചിതറി വീണതുപോലെ മേനിയാകെ പടരുന്ന ഒരു സൗന്ദര്യമാണ് ഗിനിക്കോഴികൾക്കുള്ളത്. പിടയ്ക്ക് ചുറ്റും പൂവന്മാരുടെ നൃത്തം പതിവ് കാഴ്ച. ഗിനിക്കോഴികൾക്ക് ധാരാളം ആവശ്യക്കാരുണ്ട്. ചെറിയ ഉറുമ്പുകൾ മുതൽ വലിയ എലികളെ വരെ തീറ്റയാക്കുന്ന പ്രകൃതമാണ് ഗിനിക്കോഴികൾക്കുള്ളത്. മുറ്റമാകെ ചികഞ്ഞു നടന്ന് വൃത്തിയാക്കുവാൻ ഇവരേക്കാൾ യോജിച്ച മറ്റൊരുത്തരില്ല. അതുകൊണ്ട് തന്നെ ആവശ്യക്കാർ ഏറെയുണ്ട് ഗിനിക്കോഴികൾക്ക്. സുൽത്താൻ ബത്തേരിയിലെ എഗ് ഫെസ്റ്റിൻ്റെ മുഖ്യ സംഘാടകനായ ഡോക്ടർ അനിൽ സക്കറിയ നമ്മോടൊപ്പം ഉണ്ട്. അദ്ദേഹവുമായി ചില വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം സക്കറിയ. നമസ്കാരം. ഈ മുട്ടകളും അതോടൊപ്പം തന്നെ മുട്ടയിടുന്ന പക്ഷികളുമൊക്കെ ആയിട്ട് വലിയൊരു പ്രപഞ്ചമാണ് നിങ്ങളിവിടെ ഒരുക്കിയിരിക്കുന്നത്. വാസ്തവത്തിൽ ഈ എഗ് ഫെസ്റ്റ് സംഘടിപ്പിക്കുക എന്നതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയിലുള്ള ഏറ്റവും കോമ്പാക്റ്റ് ആയിട്ടുള്ള ന്യൂട്രീഷനാണ് ശരിക്കും മുട്ട. ഇതിനേക്കാളും സേഫായിട്ടുള്ള ഒരു ഫുഡില്ല. ഇതൊരു ഭ്രൂണം വളരാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ന്യൂട്രിയൻസും അതിൽ പാക്ക് ചെയ്തിരിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഒരുപാട് അന്ധവിശ്വാസങ്ങളാണ് ഇപ്പോഴും. മുട്ട കഴിക്കാൻ പാടുണ്ടോ, കഴിച്ചാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടോ? വളരെ ചുരുങ്ങിയ ആളുകൾക്ക് മുട്ട എഗ് അലർജി ഉണ്ട്, ചിക്കൻ അലർജി ഉണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകൾക്കും ഏറ്റവും നല്ല സേഫായിട്ടുള്ള ഫുഡാണ് മുട്ട. പലർക്കും മുട്ടയെക്കുറിച്ച് വലിയൊരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. മുട്ടയിൽ കൊളസ്ട്രോൾ കൂടുതലാണ്, അങ്ങനെ എല്ലാ ദിവസവും കഴിക്കാൻ പറ്റുന്ന ഒന്നല്ല, മുതിർന്നവർക്ക് കഴിച്ചുകൂടാ, മറ്റ് അസുഖമുള്ളവർക്ക് കഴിച്ചുകൂടാ എന്നൊക്കെയുള്ള ഒത്തിരി അന്ധവിശ്വാസങ്ങളുണ്ട്. അതിനൊരു പരിഹാരം കൂടിയാവുമോ? എല്ലാ ആളുകളും കഴിക്കേണ്ട ഫുഡാണ് മുട്ട. ഈവൻ കാർഡിയാക് പേഷ്യൻസിനും കഴിക്കാം. എന്നാൽ HDL ആണ്, ഇതിന് ഹാർട്ടിന് ഏറ്റവും നല്ലതാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് ആഴ്ചയിൽ 7 മുട്ട വരെ കഴിക്കാം. ഇപ്പോൾ ഈ എഗ് ഫെസ്റ്റ് കാണാൻ വരുന്ന ആളുകൾ ധാരാളം വിവിധ ശ്രേണിയിലുള്ള ധാരാളം ആളുകൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഈ കേരളത്തിലെ വിവിധ പക്ഷിപ്രേമികളും അതോടൊപ്പം തന്നെ മുട്ട സ്നേഹികളുമൊക്കെ വരുന്നവർക്ക് ഈ ഫെസ്റ്റ് നൽകുന്നൊരു സന്ദേശം എന്താണ്? ഇതിൻ്റെ മുട്ട ഉൽപ്പാദനത്തിൻ്റെ ആവശ്യം, അതിനേക്കാളും പ്രധാനം നമ്മളെ വീട്ടിൽ ഒരുപാട് വേസ്റ്റുകളുണ്ട്. ഈ വേസ്റ്റൊക്കെ നമ്മൾ വലിച്ചു കെട്ടി കളയാണ് ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ ക്വാളിറ്റിയുള്ള മുട്ടയായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഒരു രണ്ടാമത്തെ കാര്യം. പിന്നെ ഇതുമായിട്ട് ഉൽപ്പാദന പക്ഷികളുടെ അവൈലബിലിറ്റി, ഇതിൻ്റെ കേജ്, ഇതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഇതെങ്ങനെ വീട്ടിലും ലാർജ് സ്കെയിലും സ്മോൾ സ്കെയിലും ചെയ്യാന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ പ്രദർശനമേളയിൽ നിന്ന് ആളുകൾക്ക് വ്യക്തമാവും. ഇപ്പോൾ ഈ കുഞ്ഞൻ കാട മുതൽ വലിയ ഭീമനായ ഒട്ടകപ്പക്ഷിയെ വരെ അവതരിപ്പിക്കുന്നു. കുഞ്ഞൻ കാടമുട്ട മുതൽ ഭീമൻ ഒട്ടകപ്പക്ഷിയുടെ മുട്ട വരെ അവതരിപ്പിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ പിന്നെ ഇത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ രംഗത്തേക്ക് ഇറങ്ങാൻ കഴിയുന്ന ഒരു സംരംഭകരായി വരാൻ കഴിയുന്ന ഒരു സൂചന കൂടി ഈ ഫെസ്റ്റ് നൽകുന്നുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ഈ എഗ് ഫെസ്റ്റിൽ ഫുഡ് പ്രൊഡ്യൂസിങ് ആയിട്ടുള്ള ബേർഡ്സാണ് നമ്മൾ എംഫസൈസ് ചെയ്യുന്നത്. പിന്നെ ആളുകളെ അട്രാക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒട്ടകപ്പക്ഷിയെയും ഈ ഫെസൻസിനൊക്കെ അലങ്കാര കോഴികളൊക്കെ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇത്തരത്തിലൊരു ഫെസ്റ്റിവൽ ഒരുപക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വിചിത്രവും ഒരുപക്ഷെ വിസ്മയകരമായ ഒരു ഉത്സവമാണ് മുട്ട ഉത്സവം എന്ന് പറഞ്ഞത്. അപ്പോൾ ഇത് സംഘടിപ്പിക്കുന്നതിന് ഒരു വലിയ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവും. അതിന് മുഖ്യ സംഘാടകനായ അനിൽ സക്കറിയ എങ്ങനെയാണ് അതിൻ്റെ ഒരു മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയത്? ഇത് മൃഗസംരക്ഷണ വകുപ്പിലെ പ്രത്യേകിച്ച് വയനാട് ജില്ലയിലെ മുഴുവൻ ജീവനക്കാരും ഇതിൽ പങ്കാളികളാണ്. പ്രത്യേകിച്ച് നമ്മുടെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ ഡോക്ടർ KS പ്രേമൻ, അതുപോലെ തന്നെ നമ്മുടെ ചാത്തമംഗലം പോൾട്രി ഫാമിലെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഡോക്ടർ ജലാലുദ്ദീൻ, നിലമ്പൂർ RICയിലെ VS ഡോക്ടർ നൗഷാദ് അലി, ഡോക്ടർ അജിത് ബാബു പോൾട്രി സയൻസ് കോളേജ്, ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഒരു ആശയമാണ് ഇതിന് രൂപം കൊടുത്തിട്ടുള്ളത്. മുട്ടകളുടെയും പറവകളുടെയും വ്യത്യസ്തമായ ഉത്സവത്തിന് ചാരുത പകരാൻ ഒത്ത നടുവിൽ വലിയൊരു കുളം തന്നെ സംഘാടകർ തീർത്തു. കുളത്തിൽ നീന്തി തുടിക്കുവാൻ വാത്തകളും മണിത്താറാവുകളും സദാ സജ്ജർ. കരയിലെ പുൽത്തകടിയിൽ നിന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങുവാൻ
ചെറിയ കോവണികൾ ഒരുക്കിയിരിക്കുന്നു. വാത്തകൾ ചൈനക്കാരാണ്. പച്ചിലപ്രിയരാണ് വാത്തകൾ. വെള്ളത്തിലും കരയിലും കഴിയാൻ വിധിക്കപ്പെട്ടവർ. ചർമ്മമേറിയ പാദങ്ങൾ കൊണ്ട് ഭൂമിയിൽ അവരേൽപ്പിക്കുന്ന താടനം പാമ്പുകളെ അകറ്റുവത്രേ. അനുയോജ്യമായ ഇരുട്ടറയിൽ അല്ലെങ്കിൽ മണ്ണിൽ തൂവൽ പൊഴിച്ചിട്ട് മുട്ടയിടുന്നതാണ് വാത്തകളുടെ രീതി. 30 മുതൽ 32 ദിവസമാണ് മുട്ട വിരിയിക്കുവാനായി വാത്തകൾ എടുക്കുന്നത്. ജോഡി ഒന്ന് വിരിഞ്ഞിറങ്ങിയാൽ 2000 രൂപ ഉറപ്പ്. മണിത്താറാവുകൾക്കുമുണ്ട് ഒരഴക്. ചെറിയ നായ്ക്കളുടെ പ്രയോജനം തന്നെയാണ് മണിത്താറാവുകൾ ചെയ്യുന്നത്. അപരിചിതരായി വീട്ടിലെത്തുന്ന ആരെയും കൊത്തിയോടിക്കാൻ അവർക്ക് ബിരുദേറെ. കണ്ണിനു ചുറ്റും മഞ്ചാടിമണികൾ അടുക്കിവെച്ച ആ അഴക് കാണേണ്ടത് തന്നെ. എന്തായാലും കൃത്രിമ തടാകത്തിൽ നീന്തി തുടിച്ച് ചിറകു തുടിപ്പിച്ച് കരയിൽ ആരെയും ആകർഷിച്ച് അവരങ്ങനെ നിൽക്കും. കൂട്ടിന് വന്നത് കുട്ടനാടൻ താറാവുകൾ. വയനാടിൻ്റെ മണ്ണും ഞങ്ങൾ കന്യമല്ല എന്നവർ തെളിയിക്കുന്നു. ചാരയും ചെമ്പല്ലിയും. കർഷകർ തന്നെയാണ് താറാവുകൾക്ക് ഈ പേരുകൾ നൽകിയത്. കേട്ടാൽ ഇഴജന്തുക്കളാണ് എന്നേ തോന്നൂ. എന്നാൽ ഇവർ താറാവുകളത്രേ. നാടൻ താറാവ് മുട്ടയ്ക്ക് ചാരയും ചെമ്പല്ലിയും ആശ്രയിക്കാവുന്നതേയുള്ളൂ. 14 ദിവസം വരെ സാധാരണ ഊഷ്മാവിൽ കേടുകൂടാതെയിരിക്കുന്ന മുട്ടകളാണ് ചാരത്താറാവിൻ്റെത്. രോഗങ്ങളെ ഒരു പടിക്ക് പുറത്തേ ഇവർ നിർത്താറുള്ളൂ. വിയറ്റ്നാമിലെ എയിൽസ്ബെറി പൂവൻ താറാവും വൈറ്റ് പെക്കിൻ പിടത്താറാവും ഇണചേർന്നുണ്ടായവരാണ് വെള്ളത്താറാവുകൾ. ദിഗോവ സൂപ്പർ എന്നാണ് ഇവരെ അറിയപ്പെടുക. വിയറ്റ്നാമിൻ്റെ ഇറച്ചി താറാവുകളോട് കേരളം ഇണങ്ങി വരുന്നതേയുള്ളൂ. കേവലം 2.5 മാസം കൊണ്ട് 1.25 കിലോ തൂക്കം വരുന്ന ഇറച്ചിത്താറാവുകൾക്ക് പ്രിയമേറെ. ദിഗോവ കൂട്ടമായി വെള്ളത്തിൽ നീന്തുമ്പോൾ ഒരരയന്ന സൗന്ദര്യമുണ്ട് താൻ. മുട്ടയുത്സവത്തിലേക്ക് വ്യത്യസ്ത അതിഥികളായി വന്നത് ബ്രോൺസ് ഇനത്തിലെ ടർക്കികളായിരുന്നു. അമേരിക്കൻ പ്രസിഡന്റായ എബ്രഹാം ലിങ്കന്റെ ഓമനകൾ. ടർക്കികൾ ഏറെയുണ്ടെങ്കിലും കറുത്ത നിറത്തോട് പലർക്കും ഇഷ്ടമേറെ. ബ്രോൺസ് പൂവന്മാർ 1-ാം വർഷം തന്നെ 5 കിലോ തൂക്കമെത്തുന്നവരാണ്. വിശിഷ്ടാവസരങ്ങളിലും ഉത്സവവേളകളിലും മാത്രം വിളമ്പുന്നതാണ് ടർക്കി ഇറച്ചി. ടർക്കി റോൾസ്, ടർക്കി കട്ട്ലറ്റ്, ടർക്കി സൂപ്പ് എന്നിവ കേരളത്തിൽ പ്രശസ്തമായ ഉൽപ്പന്നങ്ങളത്രേ. കുഞ്ഞൻ കാടകൾക്കുമുണ്ടായിരുന്നു ഒരു സ്ഥാനം. കാടമുട്ടകൾ കൊട്ടക്കണക്കിനാണ് വിറ്റഴിഞ്ഞത്. കോഴിമുട്ടയേക്കാൾ പോഷക സമ്പന്നമാണ് കാടമുട്ടകൾ. 8 അമിനോ അമ്ലം കൊണ്ട് സമ്പുഷ്ടം. ഒരു കോഴിയെ വളർത്തുന്നിടത്ത് കുഞ്ഞു കാടകളെ 8 എണ്ണത്തിനെ വളർത്താം എന്ന സൗകര്യമുണ്ട്. കോഴിക്ക് വരുന്ന വസന്തയോ രക്താതിസാരമോ ഒന്നും കാടകളെ ബാധിക്കില്ല. വൈകുന്നേരം 5 മണിയോടെ മുട്ടകളിടുന്ന കാടകൾ പുതിയ സംരംഭകർക്ക് ഒരു ചെറുവരുമാനമാണ്. 3 ആഴ്ചയ്ക്കുള്ളിൽ കാടകൾ മുട്ടയിടും എന്നത് അനുഗ്രഹീതമായ ഘടകവും. എത്രത്തോളം സമയമെടുത്തിട്ടാണ് ഈ ഒരു ഫെസ്റ്റിവൽ സംഘടിപ്പിച്ചത്? ഇത് ഞങ്ങൾക്കൊരു 2 ആഴ്ചയോളം സമയം ഇതിൻ്റെ ഓർഗനൈസ് ചെയ്യാനും ഈ സ്റ്റാൾ സെറ്റ് ചെയ്യുന്നതിന് ഒരു 2-3 ദിവസങ്ങൾ എടുക്കേണ്ടി വരും. ഇപ്പോൾ ഈ നമ്മുടെ സർക്കാരും അതോടൊപ്പം തന്നെ വകുപ്പൊക്കെ ഉയർത്തുന്ന വലിയൊരു സന്ദേശം ഭക്ഷ്യഭദ്രത എന്നുള്ളതാണ്. ഭക്ഷ്യഭദ്രതയെ എത്രത്തോളം സഹായിക്കാൻ ഈ ഫെസ്റ്റിവലിന് കഴിയും? യഥാർത്ഥത്തിൽ ഈ മുട്ട നമ്മൾ ഇത്രയും കാലം തമിഴ്നാട്ടിൽ നിന്നും വേറെ സ്റ്റേറ്റിൽ നിന്നും ഇറക്കുമതി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിക്കും വളരെ ഈസി ആയിട്ട് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. ലാർജ് സ്കെയിൽ പ്രൊഡക്ഷന് വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത് ഇതിന് ഒരുപാട് തീറ്റയും കാര്യങ്ങളൊക്കെ വേണം. നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും നല്ല ഫുഡ് ഉണ്ടാക്കാനും അത് മാർക്കറ്റ് ചെയ്യാനുള്ള സംവിധാനം, അങ്ങനെ ചെയ്യുന്ന 2 ഗ്രൂപ്പുകൾ ഇവിടെ ഉണ്ട്. ഈ ബാക്ക് യാർഡ് എക്സ് ഉണ്ടാക്കി അത് മാർക്കറ്റ് ചെയ്യാനുള്ള സാധനം, ആ മാർക്കറ്റിംഗ് നെറ്റ്വർക്കും കൂടി വിപുലപ്പെടുത്തുക എന്നുള്ളത് കൂടിയാണ് ഇതിൻ്റെ സെമിനാറുകളൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഏത് തരത്തിലുള്ള സെമിനാറുകളാണ്, ഏത് തരത്തിലുള്ള സംരംഭകരെ ആകർഷിക്കാൻ വേണ്ടിയുള്ള സെമിനാറുകളാണ് ഇവിടെ നടത്തുന്നത്? ഇത് നമ്മളെ ഈ കുടുംബശ്രീ പോലുള്ള ആളുകൾക്കുണ്ട്, സ്മോൾ സ്കെയിൽ ഫാമേഴ്സ് ഉണ്ട്, വലിയ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾക്കുണ്ട്. പിന്നെ നമുക്കിതിൻ്റെ സാങ്കേതിക വശങ്ങളെ പറ്റി വെറ്റനറിയൻസിനുള്ള പരിശീലനം കൂടി ഈ സെമിനാർ നൽകുന്നുണ്ട്. എഗ് ഫെസ്റ്റിൻ്റെ 2-ാം ദിവസമായി ഇന്ന് വിവിധ ശ്രേണിയിലുള്ള ധാരാളം ആളുകൾ ഇവിടെ സന്ദർശകരായിട്ട് എത്തുന്നുണ്ട്. എങ്ങനെയാണ് അവരുടെ ഒരു പ്രതികരണം? പൊതുവായിട്ട് ഇതൊരു നമ്മളിത് ഓർഗനൈസ് ചെയ്യുന്ന സമയത്ത് എഗ് ഫെസ്റ്റ് എന്താണെന്ന് ആളുകൾക്ക് വലിയൊരു സംശയമുണ്ട്. ഈവൻ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ ആളുകൾക്കും ഒക്കെ ഇതെന്താണ് പരിപാടി എന്ന് അറിയില്ലായിരുന്നു. പക്ഷെ ഇത് വന്ന് കണ്ടപ്പോൾ ആളുകൾക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഇത് വരും വർഷങ്ങൾ ഇതിൻ്റെ വലിയ രീതിയിലുള്ള നമുക്ക് ഒരു ആദ്യത്തെ അനുഭവമാണ്. നല്ല രീതിയിൽ ഇത് ഓർഗനൈസ് ചെയ്യും. ഇനി അടുത്ത വർഷം ഒരു എഗ് ഫെസ്റ്റ് നടത്തിയാൽ ഇതിൻ്റെ മുഖ്യ സംഘാടകൻ എന്നുള്ള അനിൽ സക്കറിയായി എത്ര കൂടി ഇത് വിപുലമാക്കും, എന്തൊക്കെ ഉൾപ്പെടുത്തും? ഇതിൻ്റെ കുറച്ചുകൂടി ഇൻഡസ്ട്രിയൽ ലെവലുള്ള കാര്യങ്ങൾ കുറച്ചും കൂടി വേണം. മറ്റൊന്നെന്ന് പറയുന്നത് ഇത് ഒരു ചെറിയ പരിപാടി, ഞങ്ങൾക്ക് തന്നെ ഇതിനെപ്പറ്റി ഒരു ആശങ്കയുണ്ടായിരുന്നു. കൂടുതൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തും മറ്റ് വകുപ്പുകളുടെ ഭാഗത്തുനിന്നും ഇത് സപ്പോർട്ട് ഉണ്ടാവും. വലിയൊരു പരിപാടിയായിട്ട് ഇത് നടത്താം. മാത്രമല്ല ഏതൊരു പരിപാടിയും കണ്ടിന്യൂ ചെയ്യുമ്പോൾ അതിനൊരു വിജയം ഉണ്ടാവുള്ളൂ. പലപ്പോഴും തുടങ്ങിയത് അവസാനിക്കും. മാത്രം ഇതിനായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ആളുകളെ കൊണ്ട് ഇത് വളർത്തിക്കണം. ആ കൃഷിക്കാർ കൂടി ഇവിടെ വരാനുള്ളൊരു അവസരം നമ്മൾ അടുത്ത ഒരു ഫെസ്റ്റ് നടത്തും.
ഒരിടത്ത് തുടങ്ങി ഒരിടത്ത് അവസാനിക്കാത്ത ഒരു പ്രക്രിയയായി എഗ് ഫെസ്റ്റ് മാറട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. കോഴി, താറാവ്, കാട വളർത്തൽ സംരംഭകർക്ക് വലിയ ഒരു കൗതുകമായിരുന്നു മേള. വിവിധയിനം കോഴിക്കുഞ്ഞുങ്ങൾ, കാടക്കുഞ്ഞുങ്ങൾ, താറാവിൻ കുഞ്ഞുങ്ങൾ ഇവയൊക്കെ വാങ്ങുവാൻ സൗകര്യം, വിവിധയിനം മുട്ടകൾ പരിചയപ്പെടുവാനായി അവസരം, പുതിയ സംരംഭകർക്ക് ചെറു പ്രസ്ഥാനങ്ങൾ ആരംഭിക്കുവാനുള്ള എല്ലാവിധ ഉപകരണങ്ങളും, കോഴിക്ക് വെള്ളം കൊടുക്കുന്ന ഡ്രിങ്കറുകൾ, കോഴിക്ക് തീറ്റ കൊടുക്കുന്ന പാത്രങ്ങൾ, മുട്ട വിരിയിക്കാനുള്ള യന്ത്രങ്ങൾ എന്നുവേണ്ട സർവസ്വവും ഒരുക്കിയാണ് മുട്ടയുത്സവം സംഘടിപ്പിച്ചത്. വളർത്തുപക്ഷികളുടെ മാത്രം പ്രദർശനമല്ല ഇത് എന്ന് ഇടയ്ക്കൊക്കെ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. അരുമപക്ഷികൾക്കും വലിയ സ്ഥാനം തന്നെ സംഘാടകർ നൽകി. പ്രാവുകളായിരുന്നു ഇതിൽ മികച്ചു നിന്നത്. 5000 മുതൽ 1,00,000 രൂപ വരെ വില വരുന്ന പ്രാവുകൾ പ്രദർശനത്തിലുണ്ടായിരുന്നു. ഫാൻറ്റെയിലുകൾ അഥവാ ആട്ടപ്രാവുകളായിരുന്നു ഏറെ ആകർഷണം. ബാലഗ്രത്തിൽ പങ്ക പോലെ 30 മുതൽ 48ഓളം തൂവലുകൾ വിരിഞ്ഞു നിൽക്കുന്ന ഫാൻറ്റെയിലുകൾ പ്രാവുകളിലെ താരങ്ങളാണ്. ഒറ്റവർണ്ണ ഫാൻറ്റെയിലുകളും ഇരട്ടവർണ്ണ ഫാൻറ്റെയിലുകളും ധാരാളം വിറ്റഴിഞ്ഞു. കഴുത്ത് മുഴപ്പിക്കുന്ന പൗട്ടർ, ചെറു കഴുത്തുകളുള്ള മുഖി, മുദീന എന്നിങ്ങനെ പ്രാവുകളുടെ നിര നീണ്ടുപോയി. മുട്ടകൾക്കായി ധാരാളം പ്രേക്ഷകർ ഉത്സവത്തിൽ എത്തിക്കൊണ്ടേയിരുന്നു. 4 ദിവസങ്ങൾ നീണ്ട മുട്ടയുത്സവത്തിൽ മുട്ടകളുടെ പെരുമഴ തന്നെയായിരുന്നു. കുഞ്ഞൻ കാടകൾ മുതൽ വലിയ ഒട്ടകപ്പക്ഷികളുടെ മുട്ടകൾ വരെ വലിയ കൂമ്പാരമായി ഒരുക്കിയിട്ടിരിക്കുന്നത് എല്ലാവരെയും ആകർഷിച്ചു. നാടൻ മുട്ടയും വിദേശ മുട്ടയും ജൈവമുട്ടയുമൊക്കെ വാങ്ങുവാൻ എല്ലാവർക്കും അവസരമുണ്ടായി. മുട്ടകൾ മാത്രമല്ല, മുട്ട രുചിക്കും ഒരു മേളപ്പെരുക്കം സൃഷ്ടിക്കുവാൻ സംഘാടകർക്ക് കഴിഞ്ഞു. മുട്ടകൾ കൊണ്ട് വനിതകൾ പാചകം ചെയ്ത വിവിധ മുട്ട ഉൽപ്പന്നങ്ങൾ പ്രേക്ഷകരുടെ നാവിൽ രുചിമേളം പകർന്നു. മുട്ട കട്ട്ലറ്റ്, എഗ്ഗ് ബീറ്റ്റൂട്ട് കേക്ക്, മുട്ട കായ്പോള, മുട്ട ഉള്ളിവട, മുട്ട കബാബ്, കാടമുട്ട അച്ചാർ, എഗ് റോള്, ഫ്രൈഡ് ചട്നി, കൊഴുക്കട്ട, മുട്ട പെരളൻ, മുട്ട സാൻഡ്വിച്ച് എന്നിങ്ങനെ വ്യത്യസ്തവും കൗതുകവുമായ നിരവധി മുട്ടയുൽപ്പന്നങ്ങൾ കാഴ്ചക്കാരുടെ മുന്നിൽ നിരന്നു നിന്നു. എഗ് റോളും ഫ്രൈഡ് എഗ് ചട്നിയും കൊഴുക്കട്ടയും മുട്ടപ്പെരളനുമൊക്കെ ധാരാളം പേരെ ആകർഷിച്ചു. സാൻഡ്വിച്ചിനും ഓംലെറ്റിനുമായിരുന്നു ആവശ്യക്കാരേറെ. അത് അപ്പപ്പോൾ തന്നെ തയ്യാറാക്കി നൽകുവാൻ സംഘാടകർ തയ്യാർ. മുട്ട സാൻഡ്വിച്ച് ഉണ്ടാക്കുന്നത് പ്രത്യേക രീതിയിലാണ്. വയനാടൻ ഓംലെറ്റിന് ഒരു പ്രത്യേക സുഗന്ധമുണ്ടത്രേ. എന്തായാലും മുട്ടയുത്സവത്തിലെ ഈ പാചകപ്പുര അനേകായിരം പേരെ ആകർഷിച്ചു. മറ്റൊരിടത്ത് മുട്ടത്തോടുകൾ കൊണ്ട് ഉണ്ടാക്കാവുന്ന അലങ്കാര വസ്തുക്കളുടെ പ്രദർശനമായിരുന്നു. വടുവഞ്ചാൽ സ്കൂളിൽ നിന്നുമെത്തിയ അദ്വൈത് കൃഷ്ണയാണ് മുട്ട അലങ്കാര വസ്തുക്കളുടെ പ്രദർശനം കൊണ്ട് കാണികളുടെ ഹൃദയം കവർന്നത്. ഭിന്നശേഷിക്കാരനായ അദ്വൈത് കൃഷ്ണയ്ക്ക് വലിയ കലാകാരനായ ദൈവം തന്നെ വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു. പിറന്നു വീണത് മുട്ടയിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത കൗതുകങ്ങൾ. മുട്ട ഉത്സവത്തിനായി വലിയ തയ്യാറെടുപ്പുകളായിരുന്നു സംഘാടകർ നടത്തിയത്. ഭക്ഷ്യഭദ്രതയുടെ സന്ദേശം നാടെങ്ങും പ്രചരിപ്പിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. 4 നാൾ നീണ്ട പ്രദർശനത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ കാഴ്ചക്കാരായി എത്തിയിരുന്നു. കേരളത്തിൽ ആദ്യം സംഘടിപ്പിച്ച മുട്ടയുത്സവം വലിയ അഭിപ്രായം നേടിയപ്പോൾ ഇനിയും ഇത്തരം ഉത്സവങ്ങൾ ഉണ്ടാകുമോ എന്നായിരുന്നു പ്രേക്ഷകരുടെ ആശങ്ക. അതിനും വ്യക്തമായ ഉത്തരം സംഘാടകർക്കുണ്ട്. എഗ് ഫെസ്റ്റിനായി ക്രിയാത്മക നേതൃത്വം കൊടുക്കുന്ന മൃഗസംരക്ഷണ വകുപ്പിലെ ഉദ്യോഗസ്ഥരായ ഡോക്ടർ KS പ്രേമൻ, പ്രസന്നകുമാർ എന്നിവർ നമ്മോടൊപ്പം ഉണ്ട്. അവരുമായി ചില വിശേഷങ്ങൾ പങ്കിടാം. നമസ്കാരം. നമസ്കാരം. ഈ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിവിധ ശ്രേണിയിലുള്ള ആളുകളുടെ ഒരു പ്രവാഹമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇതിനോടുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് നിങ്ങൾ നേതൃത്വം കൊടുത്തത്? അല്ല, നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള മൃഗസംരക്ഷണ വകുപ്പിലുള്ള വയനാട് ജില്ലയിലുള്ള മാർച്ച് മാസമായിട്ട് പോലും ഒരുപാട് പേര്, ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ആവട്ടെ, വെറ്ററിനറി ഡോക്ടർമാരാവട്ടെ, അറ്റൻഡർമാരാവട്ടെ, പല തുറയിൽപ്പെട്ട പല കാറ്റഗറിയിൽപ്പെട്ട ഒരുപാട് പേര് ഇതിന് അഹോരാത്രം പ്രവർത്തിച്ചിട്ടുണ്ട്. എനിക്ക് വയനാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഏറ്റവും വ്യത്യസ്തമായ ഹോർഡിങ്ങുകൾ സ്ഥാപിക്കുക മുതൽ നമ്മൾ മാധ്യമങ്ങളെ ഉപയോഗിച്ചിട്ടുള്ള നമ്മളെ മുഖ്യധാര മാധ്യമങ്ങളായ മലയാള മനോരമ, മാതൃഭൂമി, മറ്റുള്ള ഡെയിലീസ്, ഒപ്പം തന്നെ നമ്മളെ വിഷ്വൽ മീഡിയ, ഒരുപാട് മലനാട്, വയനാട് വിഷൻ പോലെയുള്ള നമ്മുടെ പ്രാദേശിക ചാനലുകളൊക്കെ ഒരുപാട് ഞങ്ങളുടെ ഈ ഒരു പ്രചരണത്തിന് ആക്കം നൽകിയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ വളരെ വ്യത്യസ്തമൊരു മേളയാണ് എഗ് ഫെസ്റ്റ് എന്ന് പറഞ്ഞ മേള. കേരളത്തിന് ആരും ഇതുവരെ നടത്തിയിട്ടില്ല. അതിൻ്റെ ഒരു തീം തന്നെ വ്യത്യാസമാണ്. പലരും ഈ കന്നുകുട്ടി പ്രദർശനവും ഒപ്പം തന്നെ കറവ പശുക്കളുടെ പ്രദർശനവും ഒക്കെ നടക്കുന്ന ഒരു കാലത്ത് വളരെ ഡിഫറൻ്റ് ആയിട്ട് നമ്മളിപ്പോഴും അടുക്കള മുറ്റത്തെ കോഴി വളർത്തൽ സംവിധാനത്തെ ഒന്നും കൂടി പുനരുജ്ജീവിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേര് ഇവിടെ നാട്ടിലുള്ള സ്ഥിതിക്ക് ആ തരത്തിലൊരു ക്യാമ്പയിനാണ് നമ്മൾ മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിൻ്റെ ഒരു ഫലം കിട്ടിയെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. ഒരുപാട് ഞങ്ങൾക്ക് പ്രദർശനത്തിൽ എത്തിക്കാനും ഒരുപാട് ഞങ്ങൾ വിചാരിച്ചതുപോലെ ഞങ്ങൾ ഭാവനയിൽ കണ്ടതുപോലെയുള്ള ഒരുപാട് സംഭവങ്ങൾ, സ്റ്റാളുകൾ നമുക്ക് അറേഞ്ച് ചെയ്യാനും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഒരു പരാജയമല്ല, ഒരു വിജയം തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചോളം എന്നാണ് ഞങ്ങൾ കരുതുന്നത്.
ഈ പ്രശ്നം ഈ ഒരു സാധാരണ ഇങ്ങനെ ഒരു മേള നടക്കുമ്പോൾ പലപ്പോഴും പല മേളകളും വളരെ ഒരു ഉത്സാഹനിർഭരമായ മേളയായി മാറും. പക്ഷേ അതിനേക്കാൾ ഓരോ കോണിലും ചില ഇൻഫർമേഷൻസ്, ചില അറിവുകൾ കൂടി ജനങ്ങൾക്ക് നൽകാൻ ഈ മേള ഉപകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഇൻഫോർടൈൻമെൻറ്റായി മാറുകയാണ് ഈ മേള. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ആദ്യമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു മേളേനെ സംബന്ധിച്ച് പറയുന്നത് ഞങ്ങളുടെ ഒരു കുടുംബത്തിൽ ഉത്സവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ജീവനക്കാരും DH തൊട്ട് പാർട്ട് ടൈം VC എല്ലാവരും ഒരാഴ്ചയായിട്ട് ഡേ നൈറ്റ് നേരം വെളുക്കുമ്പോൾ ഒരു 4 മണി 5 മണി വരെ പണിയെടുത്തിട്ട് ഞങ്ങളുടെ ഒരു കുടുംബത്തിലൊരു ഉത്സവമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മേള ഇത് പറയാം. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ വളരെ ചെയ്യാൻ, അതായത് സമൂഹത്തിന് വേണ്ടി ചെയ്യാനും ജനത്തിന് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നത്, ഞങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണം പെട്ടെന്ന് റിസൾട്ട് ഒരു കൊല്ലം വേണ്ട 6 മാസത്തിനുള്ളിൽ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാവണം, അങ്ങനെ സാധിക്കുന്നൊരു ഞങ്ങൾ ഒരു അവഗണിച്ചിട്ടിരിക്കുന്നൊരു വിഭാഗമാണ്. കാരണം വെച്ചാൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നത് അതൊന്നും എവിടെയും ഒന്നും ആവുന്നില്ല. പക്ഷേ ഇത് ഞങ്ങൾക്ക് അത്ഭുതമാണ്. കാരണം ജനങ്ങൾ ഒഴുകി വരണം. മേള ഇന്നലെ വൈകിട്ട് 5 മണിക്ക് 5 മണിക്കാണ് ഉദ്ഘാടനം എങ്കിൽ പോലും ഇന്നലെ രാവിലെ തൊട്ട് ജനം ഒഴുകുകയാണ്. അപ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാ ജീവനക്കാരും സന്തോഷത്തിലാണ്. ഈ മേള എന്താണോ ഉദ്ദേശിച്ചത് അത് അതിലധികം ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കും തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അടുത്ത വർഷം ഈ മേള തുടരും? അല്ല, അത് നമ്മൾ തീരുമാനിച്ചിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ എല്ലാ വർഷവും ഒരേ തരം മേള ഒരേപോലെ റിപ്പീറ്റ് ചെയ്താൽ എങ്ങനെ സഹൃദയല്ല നമ്മൾ കർഷകർ സ്വീകരിക്കുന്നത് നമുക്കറിയില്ല. ഒരു വ്യത്യസ്തമായ രീതിയിൽ, വ്യത്യസ്തമായ ഒരു ഭാവന രൂപത്തിൽ, വേറൊരു തരത്തിൽ ഈ മേള ഞങ്ങൾ പുനരാവിഷ്കരിക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അത് ഏത് രീതിയിലാണെന്ന് ഞങ്ങൾ ആലോചിക്കുന്നുള്ളൂ. അടുത്ത വർഷം വളരെ വ്യത്യസ്തമായ നമ്മൾ ഈ മേഖല, കാരണം അടുക്കള മുറ്റത്തെ ജൈവ മാലിന്യങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി മുട്ടക്കോഴി വളർത്തൽ ഒരു പ്രചാരത്തിൽ എത്തിക്കണം എന്നുള്ള ലക്ഷ്യം മുന്നോട്ട് വെച്ച് ഞങ്ങൾ ഈ തരത്തിലുള്ള വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള മേളയും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട്. അത് കാത്തിരുന്ന് കാണാം. സാമ്രാജ്യത്വത്തിനെതിരെ പൊരുതിയ ടിപ്പുവിൻ്റെ ധീരസ്മരണകൾ ഉറങ്ങുന്ന മണ്ണിൽ നിന്നും ഭക്ഷ്യഭദ്രതയ്ക്കായുള്ള നല്ല പോരാട്ടം. എക്വസ്റ്റിന് നേരാം ഭാവുകങ്ങൾ.